തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ഹായ്, ഞാൻ കീർത്തി. ഞാൻ പി കെ ദാസ് ഹോസ്പിറ്റലിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2 വർഷമായിട്ട് ഞാനിപ്പോൾ പി കെ ദാസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഓണം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമുള്ളൊരു കാര്യമാണ്. കുട്ടിക്കാലത്തെ ഓണമാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഓണമാണെന്നുണ്ടെങ്കിലും, കുട്ടിക്കാലത്തെന്ന് പറയുമ്പോൾ പാടത്തും പറമ്പിലൂടെയൊക്കെ നടന്ന് കുറേ പൂക്കൾ പറിക്കുക, പൂക്കൾ ഉണ്ടാക്കുക, പിന്നെ പൂക്കള മത്സരം നടത്തുക, ഇതൊക്കെയായിരുന്നു. മുഴുവനായിട്ട് എൻഗേജ്ഡായിട്ട് നിൽക്കുന്ന ഒരു ഓണമായിരുന്നു കുട്ടിക്കാലത്തെ ഓണം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വർക്കിംഗ് ആയതുകൊണ്ട് അത്രയ്ക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റില്ലെങ്കിലും പി കെ ദാസിൽ വന്നതിന് ശേഷം ഈ 2 വർഷം എന്ന് പറയുന്നത് ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പം അവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പല പല പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. കോമ്പറ്റീഷൻസ്, വടംവലി, പൂക്കള മത്സരം, തിരുവാതിരക്കളി, അങ്ങനെ അടിപൊളിയായിരുന്നു കഴിഞ്ഞ 2 വർഷത്തെ ഓണം എന്ന് പറയുന്നതും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നതും അതുപോലെ അടിപൊളിയായിരിക്കും എന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ വീടാണ്. ഇതെൻ്റെ മോള് നൈല. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, പിന്നെ അനിയൻ്റെ ഭാര്യ. ഞങ്ങൾ ഇത്രയും പേരാണ് ഈ വീട്ടിലുള്ളത്. ഞങ്ങൾ ഈ വീട്ടിലെ ഓണം എന്ന് പറയുന്നത് അത്തം മുതൽ ഞങ്ങൾ ഓണം തുടങ്ങും. അത്തത്തിന് പൂക്കളം ഇടാൻ തുടങ്ങിയ പിന്നെ തിരുവോണത്തിൻ്റെ അന്നാണ് വലിയ പൂക്കളത്തോട് കൂടിയിട്ടാണ് അത് അവസാനിപ്പിക്കുക. ഉത്രാട തിരക്കിൽ എല്ലാ കൊല്ലവും ഉത്രാട തിരക്ക് ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും ഇവിടെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത. ഉത്രാടത്തിനാണ് ഞങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും വാങ്ങിക്കാനും ഒക്കെ ഇറങ്ങുന്നത്. അത് ഫാമിലി ആയിട്ട് എല്ലാവരും ആയിട്ട് തന്നെ ഒപ്പം പോവുക ചെയ്യുക. ഓണക്കോടി എടുക്കുന്നതും വീട്ടിലേക്കുള്ള പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും പിന്നെ എന്ത് സാധനമാണെങ്കിലും വാങ്ങിക്കുക എന്ന് പറയുന്നത് ഉത്രാടത്തിനാണ്. ആ ഉത്രാടത്തിരക്ക് എന്ന് പറയുന്നത് തിരുവോണത്തിൻ്റെ പോലെ തന്നെ ഞങ്ങൾക്ക് വളരെ ഓർമ്മയുള്ളൊരു കാര്യമാണ്. പിന്നെ തിരുവോണത്തിനെന്ന് പറയുന്നത് എന്താ, മോൾക്ക് ഓണക്കോടി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടി, അതുപോലെ തന്നെ സദ്യ ഉണ്ടാക്കൽ. സദ്യ മെയിനായിട്ട് അമ്മ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുക. ഞങ്ങളെ കുറച്ച് സഹായിക്കുന്നേ ഉള്ളൂ. പിന്നെ വലിയ പൂക്കളം ഇടുക. ഞങ്ങൾ ഇവിടെ ഓണം കഴിഞ്ഞ് ഇവിടെ സദ്യയൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വലിയ ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തറവാട്ടിലോട്ട് പോകും. തറവാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും വരും. അച്ഛൻ്റെ അനിയന്മാരും ചേട്ടന്മാരും എല്ലാവരും ഒന്നുകൂടി ഒത്തുകൂടും. വീണ്ടും ഒരു സദ്യ കൂടി കഴിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി കളിയും ചിരിയും ഒക്കെ ആയി, പാട്ടുപാടലും ഒക്കെ ആയി. എപ്പോഴും ഞങ്ങളുടെ ആഘോഷം അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആവണം തന്നെയാണ്. അതുപോലെ തന്നെയാണ് പി കെ ദാസിൻ്റെ ഓണം. ഞങ്ങളൊരു വലിയ ഫാമിലിയാണ്. ഒരു വലിയ ഫാമിലിയുടെ വലിയ ഓണാഘോഷമാണ് അവിടെ. അടിപൊളിയാണ്. ഓണസദ്യയും ഓണപ്പാട്ടുകളും പരിപാടികളൊക്കെ ആയിട്ട് അടിപൊളി ആഘോഷമാണ് പി കെ ദാസിൻ്റെ എന്ന് പറയുന്നതും. അതും ഒരു നല്ല ഓർമ്മയാണ്. ഇപ്രാവശ്യം അതുപോലൊരു നല്ല ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം.